ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുക്കിയ പാഠപുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതിൽ സോഷ്യൽ സയൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായം നമ്മൾ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന അധ്യായം. മറ്റു 2 അധ്യായങ്ങൾ നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. അതിലൊന്ന് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന അധ്യായവും അതേപോലെ തന്നെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന അധ്യായവും. അപ്പൊ നമുക്ക് ആ 2 അധ്യായങ്ങളുടെയും പാർട്ട് 2 കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന അധ്യായത്തിലെ 2ാം ഭാഗമാണ്. ഓക്കെ, അപ്പോ ഈ ക്ലാസ് കൂടി കാണുമ്പോൾ ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിയും. ഞാനിപ്പോ പറഞ്ഞ ചാപ്റ്ററുകളുടെ ക്ലാസ്സുകളുടെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം. ഇതുവരെ ഈ ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവുകയുള്ളൂ. ശരി, അപ്പോൾ 7ാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും. 10th ലെവൽ പരീക്ഷകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയി മാറാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ശരി, 2ാം ഭാഗത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നൽകിയിരിക്കുന്നു: ഭരണഘടന നിയമങ്ങളുടെ ഉറവിടം എന്ന നിലയിൽ. ഭരണഘടന നിയമങ്ങളുടെ ഉറവിടമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളുടെ ഉറവിടമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് നിയമങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു തുടർച്ചയായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. മൗലിക അവകാശങ്ങൾ എന്ന മേഖല നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ 17 വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ ഇനിയും ആവർത്തിക്കും. അയിത്ത നിർമാർജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 17 പ്രതിപാദിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 17 അനുസരിച്ചുകൊണ്ടാണ് 1955 ഇന്ത്യയിൽ അയിത്തോച്ചാടന നിയമം പാസ്സായത്. അപ്പോൾ അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17. ഈ ആർട്ടിക്കിൾ 17 അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് 1955 അയിത്തോച്ചാടന നിയമം. അതായത് ആർട്ടിക്കിൾ 17 ഇന്ത്യയിൽ അയിത്തം നിരോധിക്കുന്നുണ്ട്. ആ നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റ് കൊണ്ടുവന്ന നിയമമാണ് അയിത്തോച്ചാടന നിയമം. ഏത് വർഷം? 1955. ഇതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 പറയുന്ന ബാലവേല നിരോധനം നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാർലമെന്റ് ബാലവേല നിരോധന നിയമം കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 21A പറയുന്ന വിദ്യാഭ്യാസം മൗലികാവകാശമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത്. അതായത് ഈ നിയമങ്ങളെല്ലാം ഒറിജിൻ ചെയ്യുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ നിയമങ്ങളുടെ ഉറവിടമാണ് എന്ന് പറയാം. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിയമസംഹിത ഇന്ത്യൻ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ ഉറവിടവും ഇന്ത്യൻ ഭരണഘടനയാണ്. അങ്ങനെയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. പക്ഷേ ഭരണഘടനയിൽ എങ്ങനെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നോ അതുപോലെ മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നാണ് അർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനാ നിർമ്മാണത്തിന്റെ അതിരുകൾ കൃത്യമായി ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്നു. നിയമത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന നിലയിലും ഒരു സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടനയ്ക്ക് നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ പാസ്സായ ചില നിയമങ്ങളെ കുറിച്ചാണ്. ഇതിൽ നിന്ന് കുട്ടികളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടെത്തുക എന്നാണ്. അതായത് നമ്മുടെ രാജ്യത്ത് പാസ്സാക്കപ്പെട്ട ചില നിയമങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടെത്താൻ പറയുന്നു. PSC പരീക്ഷയ്ക്കാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമമല്ലാത്തത് ഏത്, നിയമങ്ങൾ ഏത് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇതില് കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടത് മാത്രം ഒന്ന് ട്രാക്ക് ചെയ്യാം. വനം വന്യജീവി സംരക്ഷണ നിയമം വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, സോ അത് വിടാം. ദേശീയ സുരക്ഷാ നിയമം വേണ്ട. ബാലവേല നിരോധന നിയമം 1. ഓക്കെ, ദുരന്ത നിവാരണ നിയമം കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ ഭക്ഷ്യ സുരക്ഷാ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കും ഭക്ഷ്യ സുരക്ഷാ നിയമം കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടതല്ല എന്ന്. ആണ്. മുലയൂട്ടുന്ന അമ്മമാർക്കും ചെറിയ കുട്ടികൾക്കും ഉൾപ്പെടെ
ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം ലക്ഷ്യം വയ്ക്കുന്നത്. സോ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. വീണ്ടും പറയുന്നു, കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം. എന്നാൽ ഭൂപരിഷ്കരണ നിയമം വരില്ല, വിവരാവകാശ നിയമം വരില്ല. വായിച്ചാൽ തന്നെ മനസ്സിലാവും. ബാലനീതി നിയമം വരും, തൊഴിൽ നിയമം വരില്ല, അഴിമതി നിരോധന നിയമം വരില്ല, വിദ്യാഭ്യാസ അവകാശ നിയമം വരും, പരിസ്ഥിതി സംരക്ഷണ നിയമം വരില്ല. അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് ഈ നിയമങ്ങളിൽ നിന്ന് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കണ്ടെത്തുക. 1 ബാലവേല നിരോധന നിയമം, 2 ഭക്ഷ്യസുരക്ഷാ നിയമം, 3 ബാലനീതി നിയമം, 4 വിദ്യാഭ്യാസ അവകാശ നിയമം. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, എങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് ഇതിന്റെ ഫാക്ട് പഠിച്ചിട്ട് പോവുക. 1 ബാലവേല നിരോധന നിയമം. ബാലവേല എന്ന് പറയുന്നത് നമുക്കറിയാം, കുട്ടികളെ കൊണ്ട് അപകടം നിറഞ്ഞ പണികൾ ചെയ്യുന്നത് നിരോധിക്കുന്നതിനെയാണ് ബാലവേല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 24 വളരെ ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? 24. ഈ ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് 1986 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം ഏത് വർഷം എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്. 1986 ബാലവേല നിരോധന നിയമം. ഭരണഘടനയിൽ ബാലവേല നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 24. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ സംരക്ഷണം ലഭിക്കുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ സംരക്ഷണം ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബാലവേല സമ്പ്രദായം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് തടസ്സമാണ്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അതായത് അവരുടെ ബാല്യത്തെ നഷ്ടപ്പെടുത്തുന്നു. 1986 വർഷം ഫോക്കസ് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം അനുസരിച്ച് 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ അപകടകരമായ തൊഴിൽ മേഖലകളിൽ പണിയെടുപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ബാലവേല നിരോധന നിയമം. രണ്ടാമത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം. 2013 ജൂലൈ 5 നിലവിൽ വന്ന കേന്ദ്ര നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഗ്രാമപ്രദേശത്തെ 75% ജനങ്ങൾക്കും നാഗരിക മേഖലയിലെ 50% ജനങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യം എത്തിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഏത് വർഷം? 2013 ജൂലൈ 5. ഇതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നമ്മുടെ ഗവൺമെന്റ് സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത്. പരീക്ഷയ്ക്ക് ഭക്ഷ്യസുരക്ഷാ നിയമത്തെ കുറിച്ച് ചോദ്യങ്ങൾ വരും, ശ്രദ്ധിക്കുക. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 ജൂലൈ 5 2013 ജൂലൈ 5 നിലവിൽ വന്നു. ഓരോ പ്രസ്താവനയായിട്ട് ചോദ്യപേപ്പറിൽ നൽകിയിരിക്കും. കൃത്യമായി പഠിച്ചിട്ട് പോവുക, പൂർണ്ണമായിട്ട് ശ്രദ്ധിക്ക്. ഗ്രാമപ്രദേശത്തെ 75%വും നഗരപ്രദേശത്തെ 50%വും ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ, നമ്മുടെ റേഷൻ കടകളിലൂടെ തന്നെയാണ്, പൊതുവിതരണ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നു. ജനസംഖ്യയുടെ 2/3 ഭാഗത്തെ ഈ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 18 വയസ്സ് കഴിഞ്ഞ വനിതയെ റേഷൻ കാർഡിൽ കുടുംബനാഥയായി പരിഗണിക്കുന്നു. അതായത് റേഷൻ കാർഡിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിലെ വനിതയാണ് ചേർക്കുന്നത്. ഗുണഭോക്താക്കളെ അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അതായത് ഇതിന്റെ ഗുണം ആർക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ എന്ന് തീരുമാനിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 മാസം മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നിവർക്കെല്ലാം പോഷക മൂല്യമുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുന്നതിനായി അംഗൻവാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങിയവയിലൂടെ സാധിക്കുന്നു. ഇതാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. പഠിച്ചിട്ട് പോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടി, 2013 ജൂലൈ 5 എഴുതി പഠിക്കണേ, ഉറപ്പായിട്ട് ചോദിക്കും. 75% ഗ്രാമം, 50% നഗരം. പൊതുവിതരണ സംവിധാനങ്ങളിലൂടെയാണ് രാജ്യത്തിന്റെ 2/3 ഭാഗം ജനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 18 വയസ്സ് കഴിഞ്ഞ വനിതയെ ഗൃഹനാഥയെ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തുന്നു. അതാത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തന്നെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. മുലയൂട്ടുന്ന അമ്മമാരും 6 മാസം മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും പോഷക മൂല്യം എത്തിക്കുക എന്നുള്ളത് ഇതിന്റെ ലക്ഷ്യമാണ്. ഇതിന്റെ ഭാഗമായി അംഗൻവാടിയിലും സ്കൂളുകളിലും ഉച്ച
ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങിയവയിലൂടെ നടപ്പിലാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ബാലനീതി നിയമം 2015 2015 ബാലനീതി നിയമത്തിലൂടെ കുട്ടികൾക്ക് നിയമപരിചരണവും സംരക്ഷണവും നൽകുന്നു. നിയമത്തിന്റെ ഒരു സപ്പോർട്ട്, നിയമത്തിന്റെ പരിചരണവും അതുപോലെ തന്നെ സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ് 2015 ബാലനീതി നിയമം. ശരിയായ പരിചരണം, സംരക്ഷണം, വികസനം, ചികിത്സ, സാമൂഹിക പുനർസംയോജനം എന്നിവയിലൂടെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കുട്ടികളുടെ ഏറ്റവും നല്ല താല്പര്യങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിലും പരിഹരിക്കുന്നതിലും അവരുടെ പുനരധിവാസത്തിനായി നൽകിയിട്ടുള്ള പ്രക്രിയകളിലൂടെയും ശിശു സൗഹൃദ സമീപനം സ്വീകരിക്കുന്നു. ഈ നിയമത്തിലൂടെ അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും കീഴടങ്ങപ്പെട്ടവരുമായ കുട്ടികൾക്കുള്ള പരിഗണന ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഓരോ പോയിന്റ് ആയിട്ട് കൃത്യമായി ഓർത്തിരിക്കുക. കുട്ടികൾക്ക് ശരിയായ പരിചരണം കിട്ടുന്നു, സംരക്ഷണം കിട്ടുന്നു, വികസനം, ചികിത്സ, സാമൂഹിക പുനർസംയോജനത്തിലൂടെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. പിന്നെ കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടാണ് പല കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്. അവരുടെ പുനരധിവാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ അനാഥരായവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, കീഴടങ്ങപ്പെട്ടവരായ കുട്ടികൾക്ക് ഇതിലൂടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ 2002 എന്ന് പറയുന്ന വർഷം, തെറ്റിക്കേ ചേരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ്, കൃത്യമായി പഠിച്ചോ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതിന് ചോദ്യം വരും. 2002 ഭരണഘടനയിൽ ഒരു മാറ്റം വന്നു. മാറ്റത്തിന് നമ്മൾ വിളിക്കുന്നത് ഭേദഗതി എന്നാണ്. എത്രാമത്തെ ഭേദഗതിയാണ്? 86ാം ഭേദഗതി. 86ാം ഭേദഗതി. ഈ 86ാം ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മൗലിക അവകാശത്തിനുള്ളിൽ പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് വരെയുള്ള ഫാക്ടുകൾ മാത്രം. ഈ മൗലിക അവകാശത്തിൽ 21A, ഈ ആർട്ടിക്കിൾ ഒന്ന് ശ്രദ്ധിച്ചോ, 21A. ഈ 21A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തിട്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റി. അതായത് ഇന്ത്യയിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം സൗജന്യവുമായിരിക്കും, അവർക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകുകയും വേണം എന്ന വ്യവസ്ഥ 21A എന്ന മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇത് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടന എന്ത് വ്യവസ്ഥ ചെയ്യുന്നു? ശ്രദ്ധിക്ക്, എന്ത് വ്യവസ്ഥ ചെയ്യുന്നു? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം, നിർബന്ധിതമായ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു. പക്ഷെ ഈ വ്യവസ്ഥ നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതല്ല നടപ്പിലാവുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ്. ഇതിന് നടപ്പിലാവുന്നത് ഒരു നിയമം പാസ്സാക്കുമ്പോഴാണ്. അങ്ങനെ ഈ പറയുന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ, മനസ്സിലായി, ഈ പറയുന്ന വ്യവസ്ഥ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത് 2009, നിലവിൽ വന്നത് 2010. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായത് 2009, 2010 നിലവിൽ. ഈ നിയമത്തിലൂടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങി. അപ്പം ഇതെന്താണ്? ഇത് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തതാണ്. ആ വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഉറപ്പ് മാർക്കാണ്, ഉറപ്പ് മാർക്ക്. ശ്രദ്ധിച്ചോ, ഇന്ത്യൻ ഭരണഘടന 2002 ഭേദഗതി ചെയ്യപ്പെടുന്നു. ആ ഭേദഗതി 86ാം ഭേദഗതി എന്നറിയപ്പെടുന്നു. നമ്പർ ഓർത്തു. ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശത്തിൽ 21A എന്ന പുതിയ ഒരു വകുപ്പ് ആഡ് ചെയ്യപ്പെടുന്നു. 21A. ഈ വകുപ്പിൽ പറയുന്നു, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് അയാളുടെ മൗലിക അവകാശമാണ്. ഇതൊരു വ്യവസ്ഥയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇതൊരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ നടപ്പിലാക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. അത് നിലവിൽ വന്നത് 2010 മുതലാണ്. അപ്പൊ ചോദ്യം, ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി വർഷം അത് 2002. ഭേദഗതി 86ാം ഭേദഗതി. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010. പ്രായപരിധി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. ക്ലിയർ ആണ്. ഇനി നമുക്ക് ആവശ്യമായ നോട്ടിലേക്ക് കടക്കാം. 86ാമത് ഭരണഘടനാ ഭേദഗതി 2002 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി. പഠിച്ചേ,
അതിൻ പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിയമപ്രകാരം നിശ്ചയിക്കുന്ന രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ഏത് രീതിയിലാണ്? ശ്രദ്ധിക്കുക, നിയമപ്രകാരം നിശ്ചയിക്കുന്ന രീതിയിൽ. അപ്പം ഇനി ഉണ്ടാക്കാൻ പോകുന്ന നിയമത്തിൽ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ നിയമം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം എന്നാണ് ഈ നിയമത്തിന്റെ പൂർണ്ണമായ തലക്കെട്ട്. അതായത് പേര്, ഈ നിയമത്തിന്റെ പേര്. 2009 ഓഗസ്റ്റിൽ ഇത് പാർലമെന്റ് പാസാക്കി. 2010 നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം മൗലിക അവകാശമായ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 4 നിയമങ്ങൾ പഠിച്ചിട്ട് പോവുക. കുട്ടികൾക്ക് വേണ്ടി ബാലവേല നിരോധന നിയമം, ഭക്ഷ്യ സുരക്ഷാ നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ നിയമം. ഇത്രയും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് പോക്സോ ആക്ട് 2012 PSC പരീക്ഷകളുടെ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോക്സോയുടെ വളരെ നല്ല ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോക്സോ ആക്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയാം, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഫാക്ട് ഇതാണ്: കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുക, കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി പാസാക്കപ്പെട്ട നിയമമാണ് പോക്സോ ആക്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ. 2, 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്ന് പറയുന്നത് CRC എന്നാണ് അറിയപ്പെടുന്നത്. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്നാണ്. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി UN-ന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ പറയുന്ന ലക്ഷ്യങ്ങളും പോക്സോ ആക്ടിലൂടെ നടപ്പിലാക്കുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗഭേദം അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ 2012. അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാജ്യത്തിൽ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല, ആൺകുട്ടി പെൺകുട്ടി വിവേചനം പാടില്ല. അത് കൃത്യമായി പോക്സോ ആക്ടിൽ പാലിക്കുന്നുണ്ട്. കാരണം പോക്സോ ആക്ടിന്റെ സംരക്ഷണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ തന്നെയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 1989 CRC അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് പോക്സോ ആക്ട്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി ഈ നിയമം പരിഗണിക്കുന്നു. പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന ഡെഫിനിഷനിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള ആളാണ്. മറന്നു പോകരുത്. പുതുതായിട്ടൊക്കെ PSC പഠിക്കുന്നവർ മറന്നു പോവേ ചെയ്യരുത്. മറ്റു കുട്ടികൾക്ക് അറിയാം 18 വയസ്സിന് താഴെ. പക്ഷെ ബാലവേല നിരോധനത്തിൽ അത് 14 ആണ്. പക്ഷെ പോക്സോയിൽ 18 ആണ്. ഓക്കെ, ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ചോദിക്കും. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പോക്സോ ആക്ടിലെ വകുപ്പ് 19 പ്രകാരം 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വകുപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോക്സോയിലെ ഒരു വകുപ്പ് പഠിക്കാൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഉറപ്പായിട്ട് നമ്മളും പഠിച്ചിട്ട് പോവുക. വകുപ്പ് 19 പ്രകാരം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് യൂണിറ്റോ ആയിരിക്കണം. ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ആണിത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ നിയമത്തിൽ അങ്ങനെ വിശദീകരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അപ്പൊ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 2 വകുപ്പാണ്. ഇത് 2 വകുപ്പ് ഒന്ന് പഠിക്കും. 19-44. 19 പറയുന്നത് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് യൂണിറ്റോ ആണെന്ന് 19 പറയുന്നു. 44 പ്രകാരം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെൽ. പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഏത് സെക്ഷൻ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ 44. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ
10th ലെവൽ വരെയുള്ള പരീക്ഷ കേട്ടോ, അതിന് മേലോട്ടില്ല. 10th ലെവൽ വരെയുള്ള പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് വരെയുള്ള പരീക്ഷയിൽ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ നിയമം 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പറയുന്ന ലക്ഷ്യങ്ങൾ ഇതിനകത്ത് ഊന്നൽ നൽകുന്നു. അതുപോലെ തന്നെ ലിംഗ വ്യത്യാസമില്ലാതെ സംരക്ഷണം ഉറപ്പാക്കുന്നു. ബാലസൗഹൃദ നടപടികൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളെയാണ് കുട്ടി എന്ന് പറയുന്നത്. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആയിരിക്കണം. ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിലാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. വരാൻ പോകുന്ന പരീക്ഷകളിലെ ഇമ്പോർട്ടന്റ് ചോദ്യം ഭരണഘടനയുടെ ധർമ്മങ്ങൾ. നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഭരണഘടന അല്ല മറ്റേത് രാജ്യത്തിന്റെ ഭരണഘടനയിലും ആ ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഒന്ന്, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിൽ പൗരന്മാർക്ക് അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഈ അവകാശങ്ങൾ ലഭിക്കുന്നത് ഭരണഘടനയിലൂടെയാണ്. നമ്മൾ രാജ്യത്തിനോട് ചില കർത്തവ്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്, അതും ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇവ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇവ എങ്ങനെ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നും ഇവ എങ്ങനെ നിയന്ത്രിക്കപ്പെടണമെന്നും എല്ലാം, അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിന്റെ പരിമിതികൾ വ്യക്തമാക്കുകയും ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നതും ഭരണഘടനയിലായിരിക്കും. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കുറച്ച് മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? സമത്വം, സ്വാതന്ത്ര്യം, മതേതരത്വം, സാഹോദര്യം. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇതൊക്കെ കൃത്യമായി നൽകിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം. അങ്ങനെ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുവാൻ ഒരു ഭരണഘടനയ്ക്ക് കഴിയുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ ഭരണകൂടങ്ങൾ ഉണ്ടാവുന്നതിനെതിരെ ഭരണഘടന പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തിൽ നിങ്ങൾക്കറിയാം ജനാധിപത്യ സംവിധാനമാണ് ഉള്ളത്, അത് നിങ്ങൾക്കറിയാലോ, കാരണം ഭരണഘടനയിൽ അത് എഴുതിയിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും വോട്ട് ചെയ്യാം, ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെ കാലാവധി 5 വർഷമാണ് എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ കേന്ദ്രമന്ത്രിസഭ താഴെ വീഴും. ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് നടപ്പിലാവുന്നത്. അതായത് ഒരിക്കലും ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ കയ്യൂക്കിന്റെ ബലത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഭരണം നടത്താൻ കഴിയില്ല. സ്വേച്ഛാധിപത്യത്തിനും ദുർവിനിയോഗത്തിനുമെതിരെ, അതിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെങ്കിൽ അവരെ പുറത്താക്കുവാൻ സാധിക്കുമെന്നും അത് എങ്ങനെ പുറത്താക്കണമെന്നും നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നു. അതാണ് സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായി ഭരണഘടന നിർവചിച്ചിരിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മാത്രം എടുക്കാം. എത്രമാത്രം ഭാഷകൾ, എത്രമാത്രം മതങ്ങൾ, എത്രമാത്രം സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം. ഈ രാജ്യം ഒറ്റ യൂണിറ്റായി മുമ്പോട്ട് പോകാനുള്ള അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഏറ്റവും നല്ല ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം ഉറപ്പിക്കാൻ ഭരണഘടനയ്ക്ക് കഴിയുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നു. എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം കൂടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളോടുള്ള ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ ധർമ്മമല്ലാത്തതേത്, ധർമ്മങ്ങളിൽ വരുന്നതേത്, ധർമ്മങ്ങളിൽ വരാത്തതേത് എന്നൊക്കെ ചോദ്യം വരും. അക്കമിട്ട് പഠിച്ചോളുക. ഒന്നുകൂടി കൃത്യമായി ശ്രദ്ധിച്ചോ. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പഠിച്ചു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും കൃത്യമായി നിർവചിക്കുന്നു. എന്താണ് അധികാരം എന്നും പറയുന്നുണ്ട്, ഗവൺമെന്റിന്റെ എന്തൊക്കെയാണ് പരിമിതികൾ ഉണ്ടെന്നും പറയുന്നുണ്ട്, ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നുണ്ട്. 3, രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. 4, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ പ്രവർത്തിക്കുന്നു. 5, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയാണ്. 6, നാനാത്വത്തിൽ ഏകത്വം. 7, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് എന്ന് ഉറപ്പുവരുന്നു. ഈ 7 ധർമ്മങ്ങൾ പഠിച്ചിട്ട് പോകണം. ഞാൻ വീണ്ടും മാർക്ക് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതി.
എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. ആ ഭരണഘടനയിൽ വ്യക്തമായ ഒരു കാര്യം വ്യവസ്ഥ ചെയ്തിരുന്നു. എന്താണ്? സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണഘടനയിലും മാറ്റം വരുത്താവുന്നതാണ്. ആ മാറ്റം വരുത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭേദഗതി. പുതുതായിട്ടൊക്കെ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നുള്ളൂ. 7ാം ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് തന്നെ ഭരണഘടനയിലും മാറ്റം വരുത്തുവാൻ സാധിക്കും. അതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ഭരണഘടന നിലവിൽ വന്നത് 50 ജനുവരി 26-നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയുടെ പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുടെ പാർലമെന്റിനാണ്. ശ്രദ്ധിച്ചോ, കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയുടെ പേരാണ് ഭരണഘടനാ ഭേദഗതി. ഒന്നുകൂടി, മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഭരണഘടനാ ഭേദഗതി. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതിയെ കുറിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 368. പരീക്ഷയ്ക്ക് ചോദിക്കും. ഭരണഘടനാ ഭേദഗതിയെ കുറിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 368. പാർലമെന്റിന് അധികാരം. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട്, ബേസിക് സ്ട്രക്ചർ. നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം ഉണ്ടാവില്ല. അപ്പോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരിച്ചറിയുക. ഇതാണ് ചോദ്യം. അല്ലെങ്കിൽ ബന്ധമുള്ള പ്രസ്താവനകൾ തിരിച്ചറിയുക. 1, കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. ശരി. മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെ കുറിക്കുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയെ കുറിക്കുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുടെ പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി ചെയ്യാൻ പാടില്ല. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. സ്ക്രീന് ക്ലിയർ ആക്കി നിങ്ങൾ സൂം ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കാരണം ഒറ്റ പിക്ചർ ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. നമ്മളത് പഠിച്ചു. എന്നിട്ട് രണ്ടാമത് പറയുന്നു 1951-ൽ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ്. ഇനി ഭേദഗതി എന്താണെന്ന് നമുക്ക് ഡൗട്ട് വരല്ലേടേ. ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 51. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. ഭരണഘടനയിൽ 8 പട്ടിക ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടിക ഉണ്ടായിരുന്നു? 8. ആ 8 പട്ടിക എത്ര പട്ടികയായിട്ട് മാറി? 9 പട്ടികയായിട്ട് മാറി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല ഇത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് അത്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭേദഗതി 1976-ലെ ഭേദഗതി, 42-ാം ഭേദഗതി. 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. പുതിയ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക. പഴയ കുട്ടികൾക്ക് അറിയാം ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന്. അതായത് 1976-ലെ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. തെറ്റിക്കേ ചെയ്യരുത്. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 76-ലെ എത്രാം ഭേദഗതി? 42. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 44-ാം ഭേദഗതി 1978-ൽ 44. ആദ്യമേ പറയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പൗരന് ഉറപ്പ് നൽകിയിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പൗരൻ ഉറപ്പ് നൽകിയിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആണ്. അതിനകത്തുണ്ടായിരുന്ന ഒരു അവകാശമാണ് സ്വത്തവകാശം. ആ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ഒഴിവാക്കി. ഞാൻ എടുത്തു പറയുന്നു, സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ഒഴിവാക്കി 1978-ൽ. ഏത് ഭേദഗതിയിലൂടെ? 44. അപ്പൊ ഒന്നുകൂടി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. എന്നാൽ അതിന്റെ ആദ്യ ഭേദഗതി നടക്കുന്നത് 1951
1951. 51 ഒന്നാം ഭേദഗതിയിലൂടെ 8 പട്ടിക 9ാം പട്ടികയായിട്ട് മാറി. അത് കഴിഞ്ഞ് 42ാം ഭേദഗതി എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ 42ാം ഭേദഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും 7ാം ക്ലാസ്സിലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കി. അടുത്തത് കൊടുത്തിരിക്കുന്നത് 73, 74 ഭേദഗതികളിലൂടെയാണ്. 73, 74 ഭേദഗതികളാണ്. എന്താണ് 73, 74 ഭേദഗതികൾ? നമ്മുടെ രാജ്യത്തിൽ പ്രാദേശിക ഗവൺമെന്റുകളുണ്ട്. ഈ പ്രാദേശിക ഗവൺമെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയാണ് പ്രാദേശിക ഗവൺമെന്റുകൾ. അവയുടെ ഭരണ സംവിധാനം ഇന്ത്യൻ ഭരണഘടനയെ ഉൾപ്പെടുത്തി. അതായത് പഞ്ചായത്തുകളുടെ ഘടനയും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും ഘടനയും പ്രവർത്തനങ്ങളും ഭരണഘടനയിൽ എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ ഭരണ സംവിധാനം, ഏത് ഭരണ സംവിധാനം? പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന ഭരണ സംവിധാനം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 73, 74 ഭേദഗതികളിലൂടെയാണ്. അപ്പൊ 73, 74 ഭേദഗതികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ പ്രാദേശിക ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 73, 74 ഭേദഗതികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ 73ാം ഭേദഗതി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ്. അതുകൊണ്ട് ഇതിനെ പഞ്ചായത്ത് രാജ് നിയമം എന്ന് വിളിക്കുന്നു. 73ാം ഭേദഗതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചായത്ത് രാജ് നിയമം. 74ാം ഭേദഗതി നഗരപാലിക നിയമം എന്നറിയപ്പെടുന്നു. 74ാം ഭേദഗതി നഗരപാലിക നിയമം. അതിനകത്ത് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷന്റെയൊക്കെ പ്രവർത്തനത്തെയും ഘടനയെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അതാണ് 73, 74ാം ഭേദഗതി. ഏത് വർഷമാണെന്ന് ചോദിക്കും. 1992. ഇതിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ആക്ടിന്റെ പേര് ഇങ്ങനെയാണ്: 73rd അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1992, 74th അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1992. പക്ഷേ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 93ലാണ്. നോർമലി PSC പരീക്ഷയിൽ പഠിക്കുന്നവർ 93 നമ്മൾ പറയും, പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നതാണ്. പക്ഷേ ഈ നിയമത്തിനോടൊപ്പം നമ്മൾ പറയുന്ന വർഷം 1992. ആ വർഷമാണ് ഈ നിയമത്തിന്റെ രൂപീകരണം തുടങ്ങുന്നത്. ഓക്കെ. അതിനുശേഷം 86ാം ഭേദഗതി, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. 86ാം ഭേദഗതി പ്രകാരം 2002ലാണ് 86ാം ഭേദഗതി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റി. 2002ലെ 86ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസത്തെ എന്താക്കി? മൗലിക അവകാശം. 2002ലെ 86ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി, നമ്മൾ പഠിച്ചു. ശരി. അതിനുശേഷം 101ാം ഭേദഗതി. 101ാം ഭേദഗതി 2016ലാണ്. 101ാം ഭേദഗതി ചരക്കു സേവന നികുതി GST-യുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 101. നമുക്ക് എല്ലാവർക്കും അറിയാം GST-യുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 101. ഇവിടെ അവസാനം നൽകിയിരിക്കുന്ന എന്താണ്? ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇവിടെ എഴുതുക. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി 106ാമത്തെ ഭേദഗതിയാണ്. 106 വനിതകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം നിർബന്ധമാക്കിയ ഭേദഗതിയാണ് 106. അവസാനത്തെ ഭേദഗതി 106ആണ്, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം വരെ. ഓക്കെ. നെക്സ്റ്റ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. കുട്ടികൾക്ക് വർക്കൗട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, പക്ഷെ നമ്മളുടെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു? അതായത് 1976ലെ 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ 3 വാക്കുകൾ, അതായത് സോഷ്യലിസം എന്ന വാക്ക്, മതേതരത്വം എന്ന വാക്ക്, അഖണ്ഡത എന്ന വാക്ക്, ഈ 3 ആശയങ്ങളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം നമുക്കറിയാം 1950 ജാനുവരി 26. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത്? ഏത് വർഷം? 1951ലാണ് ആദ്യത്തെ മാറ്റം നടക്കുന്നത്. അത് പ്രകാരം 9ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 9ാം പട്ടിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. കേട്ടോ, 9ാം പട്ടിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ്. അപ്പോ ഭരണഘടനയിൽ ആദ്യമായി മാറ്റം വരുത്തിയത് 51ൽ 1ാം ഭേദഗതി 9ാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ലാൻഡ് റിഫോംസ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായി നിലനിൽക്കുന്നു? 1950ലാണ് ഭരണഘടന വരുന്നത്. 1978 വരെ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഈ കാലയളവിൽ മുഴുവൻ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. 78ൽ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കി. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ എന്ന് മുതൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസം മൗലികാവകാശമാണ് എന്ന് മുതൽ. 2002ലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഈ തീയതി വരെ 106 തവണയാണ് ഭരണഘടനാ ഭേദഗതി നടന്നിട്ടുള്ളത്. 106 തവണ ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. 106 തവണ. അതിൽ 106ാമത്തെ ഭേദഗതിയാണ് സ്ത്രീ സംവരണം. നിയമസഭകളിലും പാർലമെന്റിലും സ്ത്രീകൾക്ക് 33% സംവരണം കൊണ്ടുവന്ന ഭേദഗതി. അതാണ് 106ാം ഭേദഗതി. അപ്പോൾ ഇത്രയും വസ്തുതകൾ PSC പരീക്ഷയ്ക്കും ചോദിക്കും, പഠിച്ചിരിക്കുക. ഈ പാഠഭാഗം അവസാനിക്കുന്നത് 3 പ്രധാനപ്പെട്ട മേഖലകൾ ബോക്സിൽ നൽകിയിട്ടാണ്. മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ 10th ലെവൽ വരെയുള്ള PSC പരീക്ഷകൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് പോവുക. എന്താണ് കേശവാനന്ദ ഭാരതി കേസ്? 2 വിദ്യാഭ്യാസ മൗലികാവകാശം എന്നുള്ള ഹെഡ്, പിന്നെ ചെറു ഭരണഘടന. ഇത് 3 നമുക്കൊന്ന് പഠിക്കാം. കേശവാനന്ദ ഭാരതി എന്ന ആൾ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം കേരള സർക്കാരും തമ്മിലാണ് കേസ് നടന്നത്. അതുകൊണ്ടാണ് ഈ കേസ് കേശവാനന്ദ ഭാരതി കേസ് എന്നറിയപ്പെടുന്നത്. കേശവാനന്ദ ഭാരതി കേസ് 1973 തൽക്കാലം നമുക്ക് ഇത്രയും ഫാക്ട് ഇതിൽ പഠിച്ചാൽ മതി. കേശവാനന്ദ ഭാരതിയും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിലാണ് ഈ കേസ് നടന്നത്. ഈ കേസിന്റെ വിധിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് വിധി വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഞാൻ എടുത്തു പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖവും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന വിധി വന്നു. അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, തെറ്റിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റിന് കഴിയില്ല എന്നും കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി വിധിച്ചു. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 10ാം ക്ലാസ് നിലവാരം വരെയുള്ള പരീക്ഷയ്ക്ക് ഇത് പഠിച്ചിട്ട് പോവുക. കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചു. പിന്നെ വിദ്യാഭ്യാസം മൗലികാവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സെഷൻ നമ്മൾ പഠിച്ചതാണ്. 2002 86ാം ഭേദഗതി നടന്നു. ഈ 86ാം ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഇതാണ് വിദ്യാഭ്യാസം മൗലികാവകാശം. ഇനി ചെറു ഭരണഘടനയെ നമ്മൾ ഇംഗ്ലീഷിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ശ്രദ്ധിച്ച് കേൾക്കണേ, എന്താണ് ചെറു ഭരണഘടന? നമ്മൾ ഇന്ന് പഠിച്ചില്ലേ, 1976 42ാം ഭേദഗതി എന്നൊരു ഭേദഗതി ഉണ്ട്, 42nd അമെന്റ്മെന്റ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. തെറ്റിക്കരുതേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കണം. 42ാം ഭേദഗതിയിലൂടെ ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായി. അതുകൊണ്ട് ആ മാറ്റങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു ബുക്കാക്കിയ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആവും. അതുകൊണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഓക്കെ, അപ്പൊ നമുക്ക് ആ 3 വസ്തുതകളും ഒന്ന് പരിശോധിക്കാം. ആദ്യം നൽകിയിരിക്കുന്നത് അടിത്തറ ഇളക്കരുത് എന്ന ഹെഡിങ്ങിൽ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ചാണ്. 1973 കാസർഗോഡ് ഇടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് 10th ലെവൽ വരെയുള്ള PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം, 100% ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി ഏത് കേസിനെ തുടർന്നായിരുന്നു? 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ്. ഇതിനു പുറമെ ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് വിധി വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അടുത്തത് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 86ാം ഭേദഗതി ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കുന്നത് 21A എന്ന വകുപ്പിലൂടെയാണ്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇതാണ്. ഈ 2009 ഓഗസ്റ്റ് 4 നിയമം പാസ്സാക്കുന്നതാണ്. അതായത് രാഷ്ട്രപതി ഒപ്പിട്ട് ഈ നിയമം പാസ്സാക്കപ്പെടുന്ന തീയതിയാണ് 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്ന, അതായത് നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. അത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സെന്റൻസ് വരുമ്പോൾ ഒരു തെറ്റാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. നിലവിൽ വന്ന നിയമം എന്നല്ല, നിലവിൽ വന്ന ഡേറ്റ് ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുന്നു, 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇവിടെ വരേണ്ടിയിരുന്നത് പാസ്സായ നിയമം എന്നാണ്. പാസ്സായത് 2009 ഓഗസ്റ്റ് 4, നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അത് തിരുത്തി പഠിച്ചോളുക. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഇതാണ് വിദ്യാഭ്യാസം മൗലികാവകാശം. അടുത്തത് ചെറു ഭരണഘടന എന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ ഭരണഘടനയിൽ വന്നതിനാൽ
ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകളിലെല്ലാം സുപ്രധാനമായ ഒരു അധ്യായമായി ഇത് മാറും. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും പഠിച്ച വസ്തുതകൾ കൃത്യമായി പഠിച്ചു വച്ചിരിക്കുക. ഉറപ്പായിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നന്ദി.